DCC പുനഃസംഘടനയിൽ സമവായത്തിലെത്താൻ കഴിയാത്തതോടെ ദില്ലിയിൽ മാരത്തോൺ ചർച്ചകളാണ് നടക്കുന്നത്. ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പുനഃസംഘടനയിൽ തരൂരിനൊപ്പം നിർത്താനാണ് സണ്ണി ജോസഫിന്റെ നീക്കം. കൊടിക്കുന്നിൽ സുരേഷ്, രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, ഈ തങ്ങൾക്ക് പ്രിയപ്പെട്ട DCCമാരെ നിലനിർത്താനുള്ള വലിയ നീക്കങ്ങളാണ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതൃപ്തരാണവർ. കൂടിയാലോചനകൾ, പുനഃസംഘടന ഏതാണ്ട് തൃശങ്കൂലാകുന്ന സാഹചര്യമാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. എന്തൊക്കെയാണ് കൂടിയാലോചനകളുടെയും തിരക്കിട്ട ചർച്ചകളുടെയും വിവരങ്ങൾ? അജിംഷാദ്, ഈ കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ, ഒരു മാരത്തോൺ ചർച്ച തന്നെയാണ് ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. നിലവിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ MPമാരുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടമായി ഓരോ MPമാരെയും പ്രത്യേകമാണ് ഈ അധ്യക്ഷൻ, അതായത് KPCCയുടെ അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ തരൂരുമായും കൂടിക്കാഴ്ച ഇന്നലെ രാത്രിയോടുകൂടി തരൂരിൻ്റെ വസതിയിലെത്തി തന്നെ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം എന്തുകൊണ്ടാണ് ബാക്കി എല്ലാ MPമാരും കേരള ഹൗസിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു രഹസ്യമായൊരു കൂടിക്കാഴ്ച തരൂരുമായി നടത്തിയത് എന്നുള്ള ചോദ്യത്തോട് ഈ നിരവധി നേതാക്കളും പ്രതികരിച്ചിട്ടുള്ളത്, അദ്ദേഹം MP എന്നതിലപ്പുറത്തേക്ക് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹത്തെ കൂട്ടുനിർത്താൻ, അല്ലെങ്കിൽ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്താൻ തന്നെയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി നേരിട്ട് കണ്ടത്. എന്തായാലും ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ VD സതീശനും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. ഒരു സമവായ ചർച്ച എന്ന നിലയിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളെ നോക്കിക്കാണേണ്ടത്. പല തരത്തിലുള്ള അതിർത്തികൾ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഈ DCC അധ്യക്ഷന്മാരുടെ മാറ്റവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊല്ലം DCC അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ അതൃപ്തി നേതാക്കൾക്കിടയിൽ പുകയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം ചേർത്തുകൊണ്ടൊരു സമവായ നീക്കത്തിലേക്കാണ് ഇപ്പോൾ KPCC പോകുന്നത്. ഇപ്പോൾ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളായുള്ള കൂടിക്കാഴ്ചകൾ നടക്കും. ഇന്നെന്തായാലും ഹൈക്കമാൻഡുമായും കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. KC വേണുഗോപാലിനെ KPCC അധ്യക്ഷൻ നേരിട്ട് കാണുമെന്നുള്ളതാണ്. അതിനുശേഷം ഒരു അന്തിമ പട്ടിക വരും. അതോടൊപ്പം തന്നെ യുവ നേതൃത്വം, യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണം എന്നുള്ള അഭിപ്രായവുമായി ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയും ദളിത് പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം വാക്കുകൾ എല്ലാം കേട്ടുകൊണ്ട് ഒരു സമവായ നീക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ KPCC ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച ഉണ്ടാകും. 8-ാം തീയതി വരെ ഈ കൂടിക്കാഴ്ചകൾ തുടരുമെന്നുള്ള ചില സൂചനകളും ഉണ്ടാകുന്നുണ്ട്. 8-ാം തീയതിക്ക് ശേഷമാണ് കേരള ഹൗസിൽ നിന്നും ഈ നേതാക്കൾ നാട്ടിലേക്ക് മടങ്ങുക. അജിംഷാദ്. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.